ഹായ് ഫ്രണ്ട്സ്, ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10-ലെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 4 വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുമാണ് എസ് ബ്ലോക്ക് മൂലകങ്ങളിൽ ഉൾപ്പെടുന്നത്. നമുക്കറിയാം അല്ലേ? ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പുമാണ് എസ് ബ്ലോക്കിൽ വരുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ, രണ്ടാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ഇവയിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ ഉള്ളതായിരിക്കും? ഒന്നാമത്തെ ഗ്രൂപ്പിലെയും രണ്ടാമത്തെ ഗ്രൂപ്പിലെയും മൂലകങ്ങൾ എസ് ബ്ലോക്ക് മൂലകങ്ങളാണ്. അപ്പോൾ ഈ എസ് ബ്ലോക്ക് മൂലകങ്ങളിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഏത് സബ്ഷെല്ലിലുള്ളവയായിരിക്കും? ഏതിലായിരിക്കും? 1s അതിലാകെ ഒറ്റ സബ്ഷെല്ലേ ഉള്ളൂ. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹ്യതമ എസ് ഇലക്ട്രോണുകളെ എന്താണ് ചെയ്യുന്നത്? വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹ്യതമ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. കാരണം അവയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവയ്ക്ക് അത് വിട്ടുകൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി നോക്കിയേ, ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, NaCl എന്ത് ചെയ്യും? Na+ അയോണായിട്ടും ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Na+ അയോണായിട്ടും Cl- അയോണായിട്ടും മാറും. ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ക്ലോറിൻ മൈനസ് ആയിട്ട് മാറും. അപ്പോൾ അറിയാലോ, സോഡിയത്തിൻ്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 11ആണ്. 2, 8, 1 എന്നുള്ളതാണ് ആറ്റോമിക നമ്പർ. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിനെ അങ്ങ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സോഡിയത്തിന് എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഇലക്ട്രോൺ പോയാൽ പോസിറ്റീവ്, അങ്ങനെയാണ് Na+ അയോണായിട്ട് മാറിയത്. അപ്പോൾ Na+ അയോൺ ഇലക്ട്രോണിനെ റിലീസ് ചെയ്തു. ഇനി ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 17 ആണ് അല്ലേ? 2, 8, 7. അപ്പോൾ ഈ 7 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉള്ള ക്ലോറിന് ഒരു ഇലക്ട്രോണിനെ കൂടെ കിട്ടുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി പെട്ടെന്ന് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു? 2, 8, 8 എന്ന രീതിയിൽ നമ്മുടെ ക്ലോറിൻ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ അങ്ങ് സ്വീകരിച്ച് മൈനസ് അയോണായിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് MgO. ഇനി MgOയുടെ കേസിലാണെങ്കിൽ മെഗ്നീഷ്യം 2+ ആണ്. മെഗ്നീഷ്യം 2+, ഓക്സിജൻ 2- ആയിട്ടാണ് മാറുക. ആറ്റോമിക നമ്പർ വെച്ചിട്ട് എന്താണ് ഷെല്ലിൻ്റെ കോൺഫിഗറേഷൻ എഴുതി നോക്കുക, അപ്പോൾ കിട്ടും കേട്ടോ. അറിയാലോ ഇതൊക്കെ, മെഗ്നീഷ്യം ഓക്സിജൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ കാര്യം ഇതാണ്. ഒന്നാം ഗ്രൂപ്പിലും രണ്ടാം ഗ്രൂപ്പിലുമുള്ള മൂലകങ്ങൾ യഥാക്രമം +1, +2 ഓക്സീകരണ അവസ്ഥകളാണ് പ്രകടിപ്പിക്കുന്നത്. ഒന്നാം ഗ്രൂപ്പിലുള്ള സോഡിയം കണ്ടോ, +1 ഓക്സീകരണാവസ്ഥ. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള മെഗ്നീഷ്യം +2 ഓക്സീകരണാവസ്ഥ കാണിച്ചു നമ്മൾ ഈ ഉദാഹരണത്തിൽ നിന്ന് കണ്ടെത്തി. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിലും രണ്ടാമത്തെ ഗ്രൂപ്പിലുമുള്ള മൂലകങ്ങൾ യഥാക്രമം +1, +2 ഓക്സീകരണാവസ്ഥകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് റേഡിയത്തെക്കുറിച്ചുകൂടി തന്നിട്ടുണ്ട്. റേഡിയം നോക്കാം. Ra എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ സിമ്പൽ. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ആറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് റേഡിയം. അപ്പോൾ ഇത് ഒന്ന് പ്രത്യേകം പഠിക്കുക, കാരണം നമ്മുടെ SCERT ഇങ്ങനെ എടുത്ത് തന്നിരിക്കുകയല്ലേ, അതും ബോക്സിൽ. അപ്പോൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ആറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? റേഡിയമാണ്. ആൽക്കലൈൻ എർത്ത് ലോഹം എന്ന് പറയുമ്പോൾ ഏതാണ്? രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ നോക്കൂ, ആറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് റേഡിയം. 1898 മേരി ക്യൂറിയും ഭർത്താവ് പിയറി ക്യൂറിയുമാണ് ഈ റേഡിയോ ആക്റ്റീവ് മൂലകം കണ്ടുപിടിച്ചത്. റേഡിയം എന്നുള്ളത് എന്താണ്? ഒരു റേഡിയോ ആക്റ്റീവ് മൂലകമാണ്. ഇത് കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? മേരി ക്യൂറിയും ഭർത്താവ് പിയറി ക്യൂറിയും ചേർന്നാണ്. റേഡിയം പ്രകൃതിയിൽ സ്വതന്ത്രമായി കാണപ്പെടുന്നില്ല. യുറേനിയം ധാതുക്കളിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സ്കോപ്പ് ഇവിടെ ഉണ്ട്. റേഡിയം എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. നോക്കിയേ, കൂടാതെ തന്നെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ആറ്റോമിക മാസ് ഉള്ള മൂലകമാണ്. അത് സ്വതന്ത്രാവസ്ഥയിൽ പ്രകൃതിയിൽ കാണപ്പെടുന്നില്ല. കണ്ടെത്തിയത് 1898 മേരി ക്യൂറിയും ഭർത്താവ് പിയറി ക്യൂറിയും ചേർന്നാണ്. പിന്നെ യുറേനിയം ധാതുക്കളിൽ മിക്സ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്, സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നില്ല. റേഡിയത്തിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ഐസോട്ടോപ്പ്. അടുത്ത ചോദ്യം, റേഡിയത്തിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ഐസോട്ടോപ്പ് ഏതാണ്? Ra226 ആണ്.
Ra226. ഈ റേഡിയം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയുള്ള മൂലകമാണ്? അത് കുറച്ച് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മൂലകമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ഐസോടോപ്പ് എന്ന് പറയുന്നത് റേഡിയം 226 ആണ്. റേഡിയം പുറപ്പെടുവിക്കുന്ന ആൽഫ വികിരണം സിങ്ക് സൾഫൈഡിൽ തിളക്കം നൽകുന്നത് കൊണ്ട് വാച്ച്, ക്ലോക്ക് മുതലായവയിൽ സ്വയം പ്രകാശിക്കുന്ന പെയിൻ്റായി ഈ ലോഹത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നുകൂടെ വായിക്കാം. റേഡിയത്തിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ഐസോടോപ്പാണ് റേഡിയം 226. റേഡിയം പുറപ്പെടുവിക്കുന്ന ആൽഫ കിരണം സിങ്ക് സൾഫൈഡിൽ തിളക്കം നൽകുന്നത് കൊണ്ട് വാച്ച്, ക്ലോക്ക് മുതലായവയിൽ സ്വയം പ്രകാശിക്കുന്ന പെയിൻ്റായിട്ട് ഈ ലോഹത്തെ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ റേഡിയം ഐസോടോപ്പുകൾ ക്യാൻസർ സംബന്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. റേഡിയോവുമായിട്ടുള്ള സമ്പർക്കം ക്യാൻസറിനും ജനിതക മാറ്റങ്ങൾക്കും മറ്റു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും ഇതിൻ്റെ വ്യാവസായിക ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ശാസ്ത്ര ഗവേഷണത്തിലും പെട്രോളിയം പര്യവേഷണത്തിനും ന്യൂട്രോണുകളുടെ ഉറവിടമായി റേഡിയം, ബെറീലിയം എന്നിവയുടെ മിശ്രിതം ഉപയോഗിക്കുന്നുണ്ട്. ആ പോയിന്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ശാസ്ത്ര ഗവേഷണത്തിലും പെട്രോളിയം പര്യവേഷണത്തിലും ന്യൂട്രോണുകളുടെ ഉറവിടമായി റേഡിയം, ബെറീലിയം എന്നിവയുടെ മിശ്രിതം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റേഡിയത്തിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ഐസോടോപ്പ് റേഡിയം 226 ആണ്. പിന്നെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ആറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് റേഡിയം. ഇത് പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നില്ല. കണ്ടെത്തിയത് മേരി ക്യൂറിയും ഭർത്താവ് പിയറി ക്യൂറിയും ചേർന്ന് 1898 എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ. ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് വരാം. എസ് ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവെ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഉരുകൽ നില 28.40 ഡിഗ്രി വരെ കുറവുള്ള ഒരു ലോഹമാണ് സീസിയം. അപ്പോൾ സീസിയത്തിൻ്റെ ഉരുകൽ നില നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. 28.40. ഇതാണ് സീസിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്. ഉരുകൽ നില എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ മറ്റൊരു പോയിന്റ് കൂടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷ താപനില കൂടുതലുള്ള ദിവസങ്ങളിൽ അത് ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇപ്പോഴൊക്കെ നമുക്ക് നല്ല ചൂടാണ് അല്ലേ? അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് സീസിയത്തിനെ ഏതവസ്ഥയിൽ കാണപ്പെടാം? ദ്രാവക അവസ്ഥയിൽ കാണാം. ഫ്രാൻസിയം, റേഡിയം എന്നീ മൂലകങ്ങൾ റേഡിയോ ആക്റ്റീവ് സ്വഭാവം പ്രകടിപ്പിക്കുന്നതാണ്. ഫ്രാൻസിയം, റേഡിയം എന്നീ മൂലകങ്ങളൊക്കെ റേഡിയോ ആക്റ്റീവ് സ്വഭാവം പ്രകടിപ്പിക്കുന്നതാണ്. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകളൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒന്നുകൂടി ഒന്ന് നോക്കാം. നോക്കിയേ, എസ് ബ്ലോക്ക് മൂലകങ്ങൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ ഒന്നുകൂടി ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ചേർന്നിട്ടാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ കാണുന്നത് അല്ലെ? ആ രണ്ട് ഗ്രൂപ്പിലായിട്ടാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ കാണുന്നത്, ഒന്നാമത്തെ ഗ്രൂപ്പിലും രണ്ടാമത്തെ ഗ്രൂപ്പിലും. പിന്നെ എസ് ബ്ലോക്ക് മൂലകങ്ങളിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹ്യതമ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എസ് ബ്ലോക്ക് മൂലകം എന്ന് പറയുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 അല്ലെങ്കിൽ 2 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പിന് 1 ഇലക്ട്രോണും രണ്ടാമത്തെ ഗ്രൂപ്പിന് 2 ഇലക്ട്രോണുമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ 1 ഇലക്ട്രോണിനെ അങ്ങ് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹ്യതമ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. പിന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾ വെച്ച് പഠിച്ചു. NaCl, MgO ഇതൊക്കെ എന്താണ്? ഒന്നാമത്തെ ഗ്രൂപ്പിലും രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ യഥാക്രമം അവരുടെ ഓക്സീകരണ അവസ്ഥ പ്രകടിപ്പിക്കുന്നത് +1, +2 എന്നിങ്ങനെയാണ്. ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾക്ക് +1 ഓക്സീകരണ അവസ്ഥയാണുള്ളത്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾക്ക് +2 ഓക്സീകരണ അവസ്ഥയാണ് ഉള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? എസ് ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവെ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നതെന്ന്. ഖരാവസ്ഥയിൽ പിന്നെ ഒരു എക്സെപ്ഷണൽ കേസ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീസിയത്തിൻ്റെ കാര്യം. സീസിയത്തിൻ്റെ ആറ്റോമിക നമ്പർ 55 ആണ്. പിന്നെ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 28.40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ പൊതുവേ എന്താണ്? അന്തരീക്ഷ താപനില കൂടുതലുള്ള ദിവസങ്ങളിലൊക്കെ ഇതിനെ ദ്രാവക അവസ്ഥയിലാണ് നമുക്ക് കാണപ്പെടുന്നത്. പൊതുവേ എസ് ബ്ലോക്ക് മൂലകങ്ങളൊക്കെ എങ്ങനെയാണ്? ഖരാവസ്ഥയിലാണ് ഉള്ളത്. മെൽറ്റിംഗ് പോയിന്റ് 28.40 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സീസിയം, അറ്റോമിക നമ്പർ 55 ആയിട്ടുള്ള സീസിയം അന്തരീക്ഷ താപനില കൂടുതലുള്ള ദിവസങ്ങളിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഈ എസ് ബ്ലോക്ക് മൂലകങ്ങൾ പറഞ്ഞതിൽ ഫ്രാൻസിയത്തിനും റേഡിയത്തിനും എന്തുണ്ട്? റേഡിയോ ആക്റ്റീവ് സ്വഭാവമുണ്ട്.
റേഡിയത്തിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ആറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് റേഡിയം. 1898 മേരി ക്യൂറിയും പിയറി ക്യൂറിയും ചേർന്നാണ് ഇത് കണ്ടുപിടിച്ചത്. അന്തരീക്ഷത്തിൽ സ്വതന്ത്ര അവസ്ഥയിൽ ഇത് കാണപ്പെടുന്നില്ല, അല്ലെ, യുറേനിയമായിട്ട് മിക്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള സംഭവമാണ്. റേഡിയത്തിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് റേഡിയം 226 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതയായിട്ട് പഠിച്ചത്. പിന്നെ അടുത്തത് മറ്റൊരു കാര്യം കൂടി നോക്കാനുള്ളത് ഈ ഒരു ഭാഗത്ത് നോക്കാം. പി ബ്ലോക്ക് മൂലകങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പി ബ്ലോക്ക് മൂലകം എന്ന് പറഞ്ഞാൽ അറിയാലോ, 13 മുതൽ 18 ഗ്രൂപ്പുകൾ വരെയുള്ള ഇത്രയും മൂലകങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, പി ബ്ലോക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അവയുടെ പ്രത്യേകതയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവയിൽ എന്തൊക്കെയുണ്ട്, ലോഹങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്, പൊതുവെ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇനി ഈ പി ബ്ലോക്കിലേക്ക് വരുമ്പം അതിനകത്ത് എന്തൊക്കെയുണ്ട്, ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്, ഉത്കൃഷ്ട വാതകങ്ങളുണ്ട്, അല്ലേ. അപ്പോൾ ഇവയെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ഇവയെ മറ്റൊരു പേര് കൂടി പറയുമായിരുന്നല്ലോ, എന്താണ്, റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയും. എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവ്സിനകത്ത് വരുന്നുണ്ട്. ലോഹങ്ങളുണ്ട്, അലോഹമുണ്ട്, ഉപലോഹമുണ്ട്, ഉത്കൃഷ്ടവാതകങ്ങളുണ്ട്, അല്ലേ. അപ്പോൾ നോക്കിയേ, പി ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്ന ഗ്രൂപ്പ് ഏതൊക്കെയാണ്? പി ബ്ലോക്ക് മൂലകം കാണപ്പെടുന്ന ഗ്രൂപ്പ് ഏതൊക്കെയാണ്? 13 മുതൽ 18 വരെയാണ്. പി ബ്ലോക്ക് മൂലകങ്ങളിൽ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് അത് ഉള്ളത്. ഖരാവസ്ഥയിലുള്ളതുണ്ട്, ദ്രാവകാവസ്ഥയിലുള്ളതുണ്ട്, വാതകാവസ്ഥയിലുള്ളതുണ്ട്, അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവയെ എന്ത് പറയുന്നത്, റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഉദാഹരണം കണ്ടെത്തി എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പി ബ്ലോക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥയിൽ എന്ത് പ്രത്യേകതയാണ് കാണാനായിട്ട് സാധിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1-2 എക്സാമ്പിളൊക്കെ തന്നിട്ടുണ്ട്. HF, അപ്പോൾ HF H+ അയോണും F- അയോണായിട്ട് മാറും. അതുപോലെ Al2O3 ആണെങ്കിൽ Al3+ഉം O2- ആണ്. ഇനി SO2 ആണെങ്കിലോ S4+ഉം ഓക്സിജൻ 2- ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പി ബ്ലോക്ക് മൂലകങ്ങൾ പോസിറ്റീവ് ഓക്സീകരണ അവസ്ഥയും നെഗറ്റീവ് ഓക്സീകരണ അവസ്ഥയും കാണിക്കുന്നുണ്ട് എന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ, എന്താണ്, പി ബ്ലോക്ക് മൂലകങ്ങൾ പോസിറ്റീവ് ഓക്സീകരണ അവസ്ഥയും നെഗറ്റീവ് ഓക്സീകരണ അവസ്ഥയും കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ H+ നമ്മൾ എഴുതിയത് എങ്ങനെയാണ്, H+, F-, HFനെ നമുക്ക് അങ്ങനെ എഴുതാം. Al2O3 ആണെങ്കിലോ Al3+, അതുപോലെ ഓക്സിജൻ്റെ 2-. SO2 ആണെങ്കിലോ S4+, O2-. ഇതൊക്കെ ആറ്റോമിക് നമ്പർ വെച്ച് എഴുതി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ പി ബ്ലോക്ക് മൂലകങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഓക്സീകരണ അവസ്ഥ കണ്ടോ, പോസിറ്റീവായിട്ടുള്ള ഓക്സീകരണ അവസ്ഥയും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഓക്സീകരണ അവസ്ഥയും കാണിക്കുന്നുണ്ട്. പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്, 1-ാം ഗ്രൂപ്പിൽ +1ഉം 2-ാം ഗ്രൂപ്പിൽ +2 ഓക്സീകരണ അവസ്ഥയാണ് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ പി ബ്ലോക്ക് മൂലകങ്ങൾ പോസിറ്റീവ് ഓക്സീകരണ അവസ്ഥയും അതുപോലെ തന്നെ നെഗറ്റീവ് ഓക്സീകരണ അവസ്ഥയും പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇനി നോക്കണേ, വളരെ കുറഞ്ഞ ഉരുകൽ നില അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു മൂലകമാണ് ഗാലിയം. 29.77 ഡിഗ്രി സെൽഷ്യസ് ആണ്. 29.77 ഡിഗ്രി സെൽഷ്യസ് ആണ് ഗാലിയത്തിൻ്റെ. വളരെ കുറഞ്ഞ ഉരുകൽ നിലയുള്ള ഒരു മൂലകമാണ് ഗാലിയം എന്ന് പറയുന്നത്. ഗാലിയം അതായത് കൈവെള്ളയുടെ ചൂടിൽ ദ്രാവകാവസ്ഥയിലാവുന്ന ലോഹമാണ് ഈ ഗാലിയം എന്ന് പറയുന്നത്. ഗാലിയം കൈവെള്ളയുടെ ചൂടിൽ ദ്രാവകാവസ്ഥയിലേക്ക് വരുന്ന ഒരു മൂലകമാണ് ഗാലിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളിൽ വരുന്നതാണ്. നമ്മൾ പഠിച്ചതല്ലേ, 1, 2 ഗ്രൂപ്പുകളും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളും ഏതിൽ വരും, മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളാണ്. പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി നോക്കാം, എസ് ബ്ലോക്കിലെ മൂലകങ്ങൾക്കാണോ അതോ പി ബ്ലോക്കിലെ മൂലകങ്ങൾക്കാണോ അയോണീകരണ എൻതാൽപ്പി കുറവുള്ളത്? ആർക്കാണ്? പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് പൊതുവെ ഉയർന്ന
എൻതാൽപ്പി ആയിരിക്കും, അയണീകരണ എൻതാൽപ്പി ആയിരിക്കും. എസ് ബ്ലോക്ക് മൂലകങ്ങൾക്കാണോ പി ബ്ലോക്ക് മൂലകങ്ങൾക്കാണോ അയണീകരണ എൻതാൽപ്പി കുറവുള്ളത്? ആർക്കാണ്? എസ് ബ്ലോക്കിനാണ് കുറവുള്ളത്. ഓക്കെ, എസ് ബ്ലോക്കിനാണ് കുറവുള്ളത്. പി ബ്ലോക്കിന് എസിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും അയണൈസേഷൻ എൻതാൽപ്പി എന്നുള്ളത്. എന്തുകൊണ്ടാണെന്നുള്ളത് വീണ്ടും പറയണ്ടല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ നോക്കാം. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ. അപ്പോൾ ഡി ബ്ലോക്ക് മൂലകം എന്ന് പറയുമ്പോൾ സംക്രമണ മൂലകങ്ങളാണ്, ട്രാൻസിഷൻ എലമെൻസ് ആണ്. ട്രാൻസിഷൻ എലമെൻസ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ 3 മുതൽ 12 വരെയുള്ള 10 ഗ്രൂപ്പുകളാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അവയുടെ പ്രത്യേകതയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലാണ് അവ കാണപ്പെടുന്നത്. മൂലകം പഠിച്ചപ്പോൾ ആ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് ഇതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാഹ്യതമ ഷെല്ലിന് തൊട്ട് ഉള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. പിന്നെ ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം എന്തു തന്നെയാണ്? ലോഹങ്ങളാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഡി ബ്ലോക്ക് മൂലകങ്ങളും അതത് ഗ്രൂപ്പുകളിൽ ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നവയാണ്. 4ാമത്തെ പീരീഡിലെ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കിയേ, ഗ്രൂപ്പ് നമ്പറാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെയൊക്കെ ഇലക്ട്രോൺ വിന്യാസമാണ്. ഇത് 4ാമത്തെ പീരീഡാണ് കേട്ടോ, 4ാമത്തെ പീരീഡ്. ഓക്കെ, അപ്പോൾ ഇവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം എന്താണ്? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസമാണ് നോക്കാനായിട്ട് പോകുന്നത്. ബാഹ്യതമ ഷെല്ല് എന്ന് പറയുമ്പോൾ ഏതാണ്? എസ് ഷെല്ല് അല്ലേ? ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ല് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് പീരീഡിൽ എങ്ങനെയാണ്? ഒരുപോലെയാണ് വരുന്നത്. ബാഹ്യതമ ഷെല്ല് 4s ആണ് വരുന്നത്. ഇതെല്ലാം എങ്ങനെയാണ് വരുന്നത്? ഒരുപോലെയാണ് വരുന്നത്. ഓക്കെ, 4s ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? 4s ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് 3D ഫില്ലാവുന്നത് നമ്മൾ പറഞ്ഞു. അതിന് 2 എക്സെപ്ഷണൽ കേസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ്? ക്രോമിയവും കോപ്പറും അല്ലേ? ക്രോമിയവും കോപ്പറിനും കൂടുതൽ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ട് 3D എന്ന് പറയുന്ന ഈ ഒരു ഓർബിറ്റൽ ഒന്നുകിൽ ഹാഫ് ഫിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആയിരിക്കണം അല്ലേ? അല്ലെങ്കിൽ പാർഷ്യലി ആയിട്ട് ഫില്ലായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ഡി സബ്ഷെല്ലിൽ വരുമ്പോൾ അതിന് കൂടുതൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 4s2 ആണ്. 4s2 അല്ലേ? 4s2. ഇതുപോലെ 5ാം പീരീഡിലെ മൂലകങ്ങളുടെ ബാഹ്യതമ സബ്ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം പൊതുവെ 5s2 ആയിരിക്കും 5ാമത്തെ പീരീഡിൽ. അപ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങൾ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ സബ്ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം ഒരേ പീരീഡിൽ പൊതുവെ ഒരുപോലെയാണ്. പറഞ്ഞത് മനസ്സിലായോ? ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ സബ്ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം ഒരേ പീരീഡിൽ ഒരുപോലെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? പീരീഡിൽ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം, സബ്ഷെല്ലിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, സബ്ഷെല്ലിലെ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം പൊതുവെ ഒരുപോലെ ആയിരിക്കും. അതായത് അത് ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും. n(s)(1-2) എന്ന രീതിയിലായിരിക്കും. ഓക്കെ, അതിനാൽ ഇവ ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിലും സാദൃശ്യം കാണിക്കുന്നുണ്ട്. പീരീഡിലെ ഈ സാദൃശ്യം ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതൊന്നും സംശയം വരാൻ ഇടയില്ല. അപ്പോൾ പൊതുവേ നമുക്ക് ഈ ഒരു ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം കണ്ടുപിടിക്കാനായിട്ട് ഈ രീതിയിലുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബാഹ്യതമ സബ്ഷെല്ലുണ്ടല്ലോ, ആ സബ്ഷെല്ലിൽ ഇലക്ട്രോൺ എഴുതുന്ന ഒരു ട്രിക്കാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സബ്ഷെൽ അനുസരിച്ച് ഈ ഒരു ഇലക്ട്രോൺ വിന്യാസം എഴുതാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് SCERT-ൽ ഞാൻ തന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇതിൽ n എന്ന് പറയുന്നത് പീരീഡിൻ്റെ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ n(s)(1-2) എന്നുള്ള രീതിയിൽ, പി ബ്ലോക്ക് ആകുമ്പോൾ എസും പിയും വേണം നമ്മൾ പരിഗണിക്കാൻ. അപ്പോൾ ns2 np 1-6. ഡി ബ്ലോക്ക് ആണെങ്കിൽ n-1. ഓക്കെ, ഡി ബ്ലോക്കിന് മാത്രമാണ് n-1 ആയിട്ട് എടുക്കുന്നത്. പിന്നെ d 1-10 ns 1-2. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വായിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ബൈഹേർട്ട് ഒന്നും ചെയ്യേണ്ട. ഇത് കണ്ടാൽ ഏത് ബ്ലോക്കിൻ്റെ ആണ് എന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റാം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഈ രീതിയിലൊക്കെ തന്നിട്ട് എസ് ബ്ലോക്കിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന ട്രിക്ക് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ പൊതു ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണിത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച രീതിയിൽ തന്നെ നിങ്ങളത് പഠിക്കുക. ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ അത് ഏത് ബ്ലോക്കിൻ്റെ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി. ഇനി അടുത്തത് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ നോക്കാം. അപ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥയാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, അയണിൻ്റെ 2 ക്ലോറൈഡുകളാണ്
ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും. ഫെറസ് ക്ലോറൈഡ് എന്ന് പറയുമ്പം FeCl2 ആണ്. FeCl2 ഫെറസ് ക്ലോറൈഡും. ഫെറിക് ക്ലോറൈഡ് ആണെങ്കിൽ FeCl3യും. ഓക്കെ, ഫെറിക് എന്ന് പറയുമ്പം ഓക്കെ, ഈ കായ്ക്കകത്ത് ഒരു 3 ഉണ്ടല്ലോ, ഈ രീതിയിലല്ലേ നമ്മൾ കായ എഴുതുന്നത്. കായ എഴുതുമ്പോൾ അത് ഇങ്ങനെ ഒരു അല്ലേ, അപ്പോൾ ഇവിടെ ഒരു 3 ഉണ്ട് എന്നുള്ള രീതിയിൽ പരിഗണിക്കാം. അപ്പോൾ ഫെറിക് ആണെങ്കിൽ FeCl3 ആണ്, ഫെറസ് ആണെങ്കിൽ FeCl2 ആണ്. ഓക്കെ, ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി അപ്പോൾ അയണിൻ്റെ 2 ക്ലോറൈഡുകളാണ് നമ്മൾ പറഞ്ഞത്, FeCl2ഉം FeCl3. ഇനി FeCl2ൽ Feയുടെ ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ അയൺ നോക്കിയേ, Fe നോക്കാട്ടോ, Fe അതിൻ്റെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ അല്ലേ, നോക്കേ, ഇതാ ഇവിടെ നോക്കാം. അയണിൻ്റെ എടുക്കുക, 3d6 4s2 എന്നുള്ളതാണ് അയണിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിക വിന്യാസം എന്ന് പറയുന്നത്. 3d6 സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 3d6 4s2 എന്നുള്ളതാണ്. 4s2 ആണ് അവസാനത്തേത്. അപ്പോൾ FeCl2ൽ Feയുടെ ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നത് +2. അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് 2 ഇലക്ട്രോൺ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 2 പെന്ന് വർക്ക് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, Fe എന്താവുന്നത്, 2 ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുമ്പോൾ +2 ആവുന്നത്, +2. ഇനി +3 വരുന്നത് എപ്പോഴാണ്? +3 വരുന്നത് ഈ ഔട്ടർമോസ്റ്റ് 4s2ലെ 2ഉം അതുപോലെ ഈ 3dയിൽ നിന്ന് 1 ഇലക്ട്രോണും കൂടി വിട്ടു കൊടുക്കുമ്പോഴാണ് Fe+3 ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ 2 ഓക്സീകരണ അവസ്ഥയിലാണുള്ളത് അല്ലേ. FeCl2ൽ Feയുടെ ഓക്സീകരണ അവസ്ഥ +2ഉം FeCl3ൽ എന്താണ്, Feയുടെ ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നത് +3യും ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അയൺ എന്ത് ചെയ്യുന്നു മനസ്സിലായി, വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ പ്രകടിപ്പിക്കുമെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യമാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. Feയുടെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസമാണ് തന്നിരിക്കുന്നത്. അവസാനത്തെ 2 കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കുന്നത്, സബ്ഷെല്ലിൻ്റെ 3d6ഉം 4s2ഉം. അപ്പോൾ Fe2+ ആയി മാറുന്നത് എപ്പോഴാണ്? Fe2+ എന്ന് പറയുന്നത് അവസാനത്തെ ആ ഒരു 4s2 മാത്രം പോകുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ Fe2+ ആവുന്നത്. Fe3+ ആവുന്നത് എപ്പോഴാണ്? 3+ ആവുന്നത് 3d5 ആകുമ്പോഴാണ്. 3d6ൽ നിന്നും കൂടി ഒന്ന് പോയി 3d5 ആയി മാറുമ്പോഴാണ് എന്താവുന്നത്, 3+ ആയിട്ട് മാറുന്നത്. 3+ൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത് കേട്ടോ. Fe3+ എന്ന് പറയുമ്പം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ആ ഒരു 2 ഇലക്ട്രോണും അതുപോലെ 3d6 അല്ലേ, ഈ 6ൽ നിന്ന് 1 ഇലക്ട്രോണും കൂടി പോകുമ്പോഴാണ് Fe3+ ആവുന്നത്. Fe2+ ആണെങ്കിലോ ഈ അവസാനത്തെ 4s2ൽ നിന്ന് 2 ഇലക്ട്രോണും പോയി കഴിയുമ്പോഴാണ് Fe2+ ആയിട്ട് മാറുന്നത്. Fe2+എന്നോ Fe+2 എന്നൊക്കെ കാണാം കേട്ടോ. പല ബുക്കിലും പല രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ പോകുമ്പോഴാണ് ഇലക്ട്രോൺ വിട്ടു കൊടുക്കുമ്പോഴാണ് എന്താവുന്നത്, പോസിറ്റീവ് ചാർജ് അല്ലെ പോസിറ്റീവ് അയോൺ ആവുന്നതെന്ന് ഓർക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ അയണിൻ്റെ 2 ഓക്സീകരണാവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഏതിലൊക്കെയാണ്? ഫെറസ് ക്ലോറൈഡിൽ +2 എന്ന് പറയുന്ന ഓക്സീകരണാവസ്ഥയും ഫെറിക് ക്ലോറൈഡിൽ +3 ഓക്സീകരണാവസ്ഥയും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി മാംഗനീസിൻ്റെ കേസ് നോക്കാം. മാംഗനീസിൻ്റെ അറ്റോമിക് നമ്പർ 25 ആണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 25 ആവുമ്പോൾ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, 25 അപ്പോൾ വരുന്നത് 1s2 2s2 2p6 3s2 3p6 പിന്നെ 4s2 3d5 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇനി ഇത് നമുക്ക് 3d5 4s2 എന്ന് വേണമെങ്കിലും ജസ്റ്റ് എഴുതുമ്പോൾ എഴുതാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം MnCl2, അതിൽ Mnൻ്റെ ഓക്സീകരണ അവസ്ഥ +2 ആണ്. അപ്പോൾ Mn അയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക വിന്യാസം എത്രയായിരിക്കും? അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് 2 പോകും, 4s2 അവിടെ ഉണ്ടാവില്ല, അതല്ലേ ഈ കൊടുത്തിരിക്കുന്നത്. ഇനി MnO2 എന്ന് പറയുമ്പം അതിൻ്റെ ഓക്സീകരണ അവസ്ഥ +4 ആണ്. +4 എന്ന് പറയുമ്പോൾ ഈ 4s2ലെ 2ഉം അതുപോലെ 3d5ൽ നിന്ന് എത്ര എണ്ണം പോകും? 2ഉം പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3d3 ആയിട്ട് വരും. ഇനി Mn2O3 അവിടെ അതിൻ്റെ ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നത് +3 ആണ്. +3 എന്ന് പറയുമ്പം എങ്ങനെയാ? ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഈ 2 ഇലക്ട്രോണും പോകും, അതുപോലെ 3d5ൽ നിന്ന് 1 ഇലക്ട്രോണും പോകും. അപ്പോൾ 3d4 ആയിരിക്കും ഇവിടെ ലാസ്റ്റ് വരുന്നത്.
ഇനി Mn2O7, അപ്പോൾ +7 ആണ് അതിൻ്റെ ഓക്സീകരണ അവസ്ഥ. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതും? +7 എന്ന് പറയുമ്പം ഈ 3D5 കംപ്ലീറ്റ് ആയിട്ട് പോകും, 4s2 കംപ്ലീറ്റ് ആയിട്ട് പോകും. ഏറ്റവും ഔട്ടർ മോസ്റ്റ് വരുന്നത് 3p6 ആയിരിക്കും. 3pയിൽ 6 ആയിരിക്കും വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി ഈ ട്രാൻസിഷൻ എലമെൻ്റ് ആയിട്ടുള്ള മാംഗനീസ് എന്താ ചെയ്യുന്നത്? മാംഗനീസിന് +2 ഓക്സീകരണാവസ്ഥയുണ്ട്, +4 ഓക്സീകരണാവസ്ഥയുണ്ട്, +3 ഓക്സീകരണാവസ്ഥയുണ്ട്, +7 ഓക്സീകരണാവസ്ഥയും ഉണ്ട്. അതുപോലെ അയണിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു +2 ഉണ്ട്, അതുപോലെ +3 ഓക്സീകരണാവസ്ഥയും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി എന്ത്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് ക്ലിയറായി. ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ S സബ്ഷെല്ലിൻ്റെയും തൊട്ടുള്ളിലുള്ള D സബ്ഷെല്ലിൻ്റെയും ഊർജ്ജങ്ങൾ തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നോ? ഓക്കെ, അപ്പോൾ ആദ്യം 4s ഫില്ലായി അല്ലെങ്കിൽ 3s ഫില്ലായതിനു ശേഷമാണ് 3D ഫില്ലാവുന്നു എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ S സബ്ഷെല്ലിൻ്റെയും തൊട്ടുള്ളിലുള്ള D സബ്ഷെല്ലിൻ്റെയും ഊർജ്ജങ്ങൾ തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ D സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നത് എങ്ങനെ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളാണ് എന്ത് ചെയ്യുന്നത്? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. സംക്രമണങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ S സബ്ഷെല്ലിന് തൊട്ട് ഉള്ളിലുള്ള D സബ്ഷെല്ലിൻ്റെയും ഊർജ്ജങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അനുയോജ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ D സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി ഈ S സബ്ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ ഒപ്പം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയും അതുവഴി വ്യത്യസ്തമായിട്ടുള്ള ഓക്സീകരണ അവസ്ഥകൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സംക്രമണ മൂലകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തമായിട്ടുള്ള ഓക്സീകരണ അവസ്ഥകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പഠിച്ചത് എന്തായിരുന്നു? അയണിൻ്റെ +2ഉം +3 ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നുണ്ട്. മാംഗനീസിൻ്റെ കേസ് നമ്മൾ പഠിച്ചു. മാംഗനീസ് ആണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഓക്സീകരണ അവസ്ഥകൾ കാണിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് പഠിച്ചത്? +2, +4, +3, +7 എന്നിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓക്സീകരണ അവസ്ഥകൾ മാംഗനീസ് കാണിക്കുന്നുണ്ട്. ഇനി നിറമുള്ള സംയുക്തങ്ങളെ കുറിച്ച് നോക്കാം. നിറമുള്ള സംയുക്തങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഒക്കെ പൊതുവേ നിറമുള്ള സംയുക്തങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും കളറൊക്കെ നമ്മളൊരു ബോക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നോക്കിയേ, കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഇതൊക്കെ എന്താണ്? സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങളാണ്. ഇവയ്ക്കൊക്കെ കളേഴ്സ് ഉള്ളതായിട്ട് നമുക്കറിയാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് കളർ അറിയാം, കോപ്പർ സൾഫേറ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിനൊക്കെ കളേഴ്സ് നമുക്കറിയാം. അപ്പോൾ സംക്രമണ അയോണുകളുടെയോ സംക്രമണ മൂലകങ്ങൾ ഉൾപ്പെടുന്ന അയോണുകളുടെയോ സാന്നിധ്യമാണ് പൊതുവേ ഈ ഒരു സംയുക്തത്തിൻ്റെ നിറത്തിന് കാരണമായിട്ട് ഉള്ളത്. അപ്പോൾ നിറമുള്ള സംയുക്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവാറും നിറമുള്ളവയാണ്. കാരണം അതിനകത്ത് എന്തുണ്ട്? സംക്രമണ മൂലക അയോണുകളോ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ ഉൾപ്പെടുന്ന അയോണുകളോ ഉണ്ടായിരിക്കും. നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ട്രാൻസിഷൻ എലമെൻസിൻ്റെ കളറിനുള്ള കാരണം എന്ന് പറയുന്നത് സംക്രമണ മൂലക അയോണുകൾ, ട്രാൻസിഷൻ എലമെൻസിൻ്റെ അയോണുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ ഉൾപ്പെടുന്ന അയോണുകൾ ഏതെങ്കിലും ഉണ്ടായിരിക്കും. അങ്ങനെയാകുമ്പോഴാണ് അവയ്ക്ക് കളർ വരുന്നത്. ഇനി ഈ ഭാഗത്ത് പഠിക്കേണ്ടത് സിങ്ക് എന്ന് പറയുന്ന കപട സംക്രമണ മൂലകമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഈ സിങ്കിൻ്റെ സംയുക്തങ്ങൾ എന്താ? നിറമില്ലാത്തവയാണ്. സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ പൊതുവെ നിറമുള്ളവയാണ്, എന്നാൽ സിങ്കിൻ്റെ സംയുക്തങ്ങൾ നിറമില്ലാത്തവയാണ്. ഓക്കെ, 21-ാം നൂറ്റാണ്ടിലെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ടൈറ്റാനിയത്തിൻ്റെ സിമ്പല് Ti എന്നാണ് എഴുതുന്നത്, Ti. ഓക്കെ, ഗ്രീക്ക് പുരാണത്തിലെ ടൈറ്റൻ ദേവൻ്റെ പേരിൽ നിന്നാണ് ടൈറ്റാനിയത്തിന് ആ ഒരു പേര് ലഭിച്ചത്. ഗ്രീക്ക് പുരാണത്തിലെ ടൈറ്റൻ ദേവൻ്റെ പേരിൽ നിന്നാണ് ആ ഒരു പേര് ലഭിച്ചത്. 1791 വില്യം ഗ്രിഗർ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഒരു മൂലകം കണ്ടുപിടിച്ചത്. ബലമേറിയതാണെങ്കിലും ഭാരക്കുറവും കുറഞ്ഞ സാന്ദ്രതയും ഉയർന്ന ഉരുകൽ നിലയുമാണ് ആർക്കുള്ളത്? ടൈറ്റാനിയത്തിനുള്ളത്. അപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഒന്ന് പഠിച്ചു വച്ചേക്കാം, 1668 ഡിഗ്രി സെൽഷ്യസ്. ഇതിൻ്റെ പ്രത്യേകതകൾ മറ്റെന്തൊക്കെ പ്രത്യേകതയാണ് ഉള്ളത്? ബലം കൂടുതലാണ്, ഭാരക്കുറവുള്ളതാണ്, കുറഞ്ഞ സാന്ദ്രതയാണ്, ഉയർന്ന ഉരുകൽ നിലയാണ്. ഈ ലോഹത്തെ എളുപ്പത്തിൽ ലോഹസങ്കരമാക്കി മാറ്റാനായിട്ട് പറ്റും. ടൈറ്റാനിയത്തെ എളുപ്പത്തിൽ ലോഹസങ്കരമാക്കി മാറ്റാനായിട്ട് സാധിക്കും.
ഇത് വളരെ താഴ്ന്ന താപനിലയിൽ അതിചാലകത പ്രദർശിപ്പിക്കുന്നുണ്ട്. ടൈറ്റാനിയം വളരെ താഴ്ന്ന താപനിലയിൽ അതിചാലകത പ്രകടിപ്പിക്കുന്നുണ്ട്. സമുദ്രജലം, ആസിഡുകൾ, ക്ലോറിൻ തുടങ്ങിയവയുമായി പ്രവർത്തിക്കുമ്പോൾ ലോഹനാശത്തിന് വിധേയമാകുന്നില്ല. അതുപോലെ വിഷമയമോ അലർജി ഉണ്ടാക്കുന്നതോ അല്ലാത്ത ലോഹമായതിനാൽ വൈദ്യശാസ്ത്ര രംഗത്ത് വിവിധ ഇംപ്ലാന്റുകൾ നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ വിമാനം, ബഹിരാകാശ വാഹനങ്ങൾ, മിസൈലുകൾ, ജലയാനങ്ങൾ, കായിക ഉപകരണങ്ങൾ, ഊർജ സംഭരണ സെല്ലുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനൊക്കെ ഈ ലോഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് പെയിന്റ് നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് പെയിന്റ് നിർമ്മാണത്തിലെ പ്രധാന ഘടകമാണ്. MRI സ്കാനിംഗ് മെഷീനിലും ജലശുദ്ധീകരണത്തിലും ടൈറ്റാനിയം ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ടൈറ്റാനിയമാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം, അത് ചോദിച്ചിട്ടുണ്ടേ. ഓക്കെ, പിന്നെ ചന്ദ്ര ഉപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു ലോഹം കൂടിയാണ് ടൈറ്റാനിയം. ചന്ദ്ര ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലോഹമാണെന്ത്? ടൈറ്റാനിയം എന്ന് പറയുന്നത്. ഏറ്റവും വെളുപ്പ് നിറമുള്ളവൻ എന്നറിയപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം. ഓക്കെ, ഏറ്റവും വെളുപ്പ് നിറമുള്ളവൻ എന്നറിയപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം. ചന്ദ്ര ഉപരിതലത്തിൽ ടൈറ്റാനിയത്തെ പ്രസൻസ് ധാരാളമായിട്ടുണ്ട്. ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. എഫ് ബ്ലോക്കുകളുടെ പ്രത്യേകതകൾ നോക്കാം. എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ. പീരിയോഡിക് ടേബിളിൽ എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം എവിടെയാണ്? നമ്മൾ പഠിച്ചതാണ്. ഇത് എസ് ആണ്, 1ഉം 2ഉം ഗ്രൂപ്പ് എസ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഡി ബ്ലോക്ക് വരും. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെയാണ് ആര് വരുന്നത്? എസ്, പി, ഡി. ഇനി എഫ് എവിടെ വരും? ഇതിന് താഴെയായിട്ട് ഇങ്ങനെ വരും അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ എഫ് ബ്ലോക്ക് മൂലകങ്ങളിലെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലാണ് എന്നാണ് ചോദിക്കുന്നത്. ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ല്. അതിൻ്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. നമ്മൾ ഡി ബ്ലോക്ക് പഠിച്ചപ്പോൾ, അല്ലെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിനൊപ്പം ബാഹ്യതമ ഷെല്ലിന് തൊട്ട് മുൻപിലുള്ള ആ ഒരു ഷെല്ല് ഡി ഇലക്ട്രോൺ അല്ലേ, ആ ഷെല്ല് ഇലക്ട്രോണുകളും കൂടി പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അതായത് ഡിയും എസും പങ്കെടുക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അന്തസംക്രമണ മൂലകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഇവയിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. അതുകൊണ്ടാണ് അവയെ എന്ത് വിളിക്കുന്നത്? അന്തസംക്രമണ മൂലകങ്ങൾ എന്നും വിളിക്കുന്നത്. മനസ്സിലായോ? ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിയേ, ആറാം പീരീഡിലെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മൾ പഠിച്ചതല്ലേ, ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലാന്തനോയിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ലാന്റനോയിഡുകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്തത്, ഏഴാമത്തെ പീരീഡിലെ മൂലകങ്ങളെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആക്റ്റിനോയിഡുകൾ എന്നല്ലേ? ആക്റ്റിനോയിഡുകൾ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകളും ഉപയോഗങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. ഓക്കെ, ഇവ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നുണ്ട്. ഡി ബ്ലോക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എഫ് ബ്ലോക്ക് മൂലകങ്ങളും വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നുണ്ട്. ഇനി ആക്റ്റിനോയിഡുകളിൽ കാണുന്നത്, ആക്റ്റിനോയിഡുകൾ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ആ പേരിൽ നിന്ന് നമുക്കത് പിക്കൗട്ട് ചെയ്യാം അല്ലേ. ആക്റ്റിനോയിഡുകൾ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ഇവയിൽ മനുഷ്യനിർമ്മിത മൂലകങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. നോക്കിയേ, യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയ മൂലകങ്ങളുടെ ചില ഐസോടോപ്പുകൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ട്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയ മൂലകങ്ങളുടെ ചില ഐസോടോപ്പുകളൊക്കെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ നോക്കിയേ, നിയോഡിമിയം. നമ്മൾ ഫിസിക്സിൽ കാന്തിക ശക്തിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച സമയത്ത് ശക്തിയേറിയ കാന്തങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നിയോഡിമിയം ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നോക്കിയേ, ചില മൂലകങ്ങൾ പെട്രോളിയം വ്യവസായത്തിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്ന ചില മൂലകങ്ങൾക്ക് എക്സാമ്പിളാണ് സീറിയം, ലാന്തനം എന്നിവ.
സീറിയം, ലാന്തനം തുടങ്ങിയ മൂലകങ്ങൾ പെട്രോളിയം വ്യവസായത്തിൽ ഉൾപ്രേരകമായിട്ട് യൂസ് ചെയ്യുന്നു. നിയോഡിമിയം എന്ത് ചെയ്യുന്നു? ശക്തിയേറിയ കാന്തം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയ മൂലകങ്ങളുടെ ചില ഐസോടോപ്പുകൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. ആക്ടിനോയിഡുകൾ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. മനുഷ്യനിർമ്മിത മൂലകങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. പിന്നെന്താണ്? ഇവയ്ക്ക് വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ. ഡി ബ്ലോക്ക് മൂലകങ്ങളെ പോലെ തന്നെ എഫ് ബ്ലോക്ക് മൂലകങ്ങളും വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇനി ഇവിടെ തന്നിരിക്കുന്ന ഒരു ബോക്സ് നോക്കിയേ. റെയർ എർത്ത് മൂലകങ്ങൾ. റെയർ എർത്ത് മൂലകങ്ങൾ നോക്കാം. റെയർ എർത്ത് മൂലകങ്ങൾ ലെന്തനോയിഡുകളിൽ ഉൾപ്പെട്ട 15 മൂലകങ്ങളെ കൂടാതെ സ്കാൻഡിയം, ഇട്രിയം എന്നിവ ചേർത്ത് 17 മൂലകങ്ങളാണ് റെയർ എർത്ത് മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ലെന്തനോയിഡുകളിൽ ഉൾപ്പെട്ട 15 മൂലകങ്ങൾ. ലെന്തനോയിഡുകളിൽ ഉൾപ്പെട്ട 15 മൂലകങ്ങളോടൊപ്പം സ്കാൻഡിയം, ഇട്രിയം എന്നിവ ചേർത്ത് 17 മൂലകങ്ങളെയാണ് റെയർ എർത്ത് മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ യഥാർത്ഥത്തിൽ അവ പ്രകൃതിയിൽ അത്ര വിരളമല്ല. ഓക്കെ, പേര് പറയുന്നത് എന്താ? റെയർ എർത്ത് മൂലകങ്ങൾ എന്നാ. പക്ഷെ പേര് പറയുന്ന പോലെ യഥാർത്ഥത്തിൽ അവ പ്രകൃതിയിൽ അത്ര വിരളമല്ല. ഓക്കെ, ഭൗമ ഉപരിതലത്തിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നതിനാൽ വളരെ കൂടിയ അളവിൽ അവയുടെ സാന്നിധ്യം ഒരു പ്രത്യേക പ്രദേശത്ത് കാണാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനാൽ അയിരിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ പലപ്പോഴും വെല്ലുവിളി ഉയർത്താറുണ്ട്. സാങ്കേതിക രംഗത്ത് ഈ മൂലകങ്ങൾക്ക് വൈവിധ്യമാർന്ന ഉപയോഗങ്ങളുണ്ട്. കമ്പ്യൂട്ടർ, LCDs, മൊബൈൽ ഫോൺ, പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ, ബാറ്ററികൾ തുടങ്ങിയവയിൽ ഇവ ഉപയോഗിക്കുന്നുണ്ട്. റെയർ എർത്ത് ലോഹങ്ങളുടെ അയിരുകളിൽ പ്രധാനപ്പെട്ട ഒന്നായ മോണോസൈറ്റ് തെക്കൻ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ സുലഭമായി കാണുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. റെയർ എർത്ത് മൂലകങ്ങളുടെ അയിരുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മോണോസൈറ്റ്. തെക്കൻ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മോണോസൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. റെയർ എർത്ത് മൂലകങ്ങളുടെ പോയിന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ലെന്തനോയിഡുകളിൽ ഉൾപ്പെട്ട 15 മൂലകങ്ങളെ കൂടാതെ സ്കാൻഡിയം, പിന്നെന്താ ഉള്ളത്? ഇട്രിയം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ഈ 2 പേരുകൾ. സ്കാൻഡിയം, ഇട്രിയം എന്നിവ ചേർത്ത് 17 മൂലകങ്ങളാണ് റെയർ എർത്ത് മൂലകങ്ങളായിട്ട് അറിയപ്പെടുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ യഥാർത്ഥത്തിൽ അവ പ്രകൃതിയിൽ വിരളമല്ല. പക്ഷേ ഭൗമ ഉപരിതലത്തിൽ അവ അങ്ങിങ്ങായി ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയുടെ സാന്നിധ്യം നമുക്കൊരു പ്രത്യേക പ്രദേശത്ത് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനാൽ അതിൻ്റെ അയിരിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ എന്നത് പലപ്പോഴും വെല്ലുവിളിയായിട്ടുള്ള ഒരു കാര്യമാണ്. സാങ്കേതിക രംഗത്ത് ഈ മൂലകങ്ങൾക്ക് വൈവിധ്യമാർന്നിട്ടുള്ള ഉപയോഗങ്ങളുണ്ട്. കമ്പ്യൂട്ടർ, LCD സ്ക്രീന്, മൊബൈൽ ഫോൺ, പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ, ബാറ്ററികൾ തുടങ്ങിയവയിൽ ഇവ ഉപയോഗിക്കുന്നുണ്ട്. റെയർ എർത്ത് ലോഹങ്ങളുടെ അയിരുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മോണോസൈറ്റ് എന്നത് റെയർ എർത്ത് ലോഹങ്ങളുടെ അയിരുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കാണുന്നത് എവിടെയാണ്? തെക്കൻ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ സുലഭമായിട്ട് കാണപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ഇതോടുകൂടി പീരിയോഡിക് ടേബിൾ എന്ന ഭാഗം എൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതല്ലെങ്കിൽ ടെലഗ്രാം ചാറ്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. പിന്നെ നമ്മുടെ പെയ്ഡ് ബാച്ച് മെയ് ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ബാച്ചിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെയാണ് അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ നൽകുന്നത്. പിന്നെ വീക്കിലി സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എക്സാംസും ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നടക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.